ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മൾ തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ ഒരു ക്ലോത്ത് ഡ്രൈ ഹാങ്ങറാണ്. ഇത് വളരെ ചിലവ് കുറഞ്ഞ രീതിയിലും അതുപോലെ സ്പേസ് സേവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബാൽക്കണിയിൽ തന്നെ നമുക്ക് ഡ്രസ്സുകൾ ഉണക്കാനിടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണിത്. സാധാരണ ഫ്ലാറ്റുകളിൽ താമസിക്കുന്ന ആളുകൾക്ക് സ്ഥലം കുറച്ച് കുറവായിരിക്കും. അപ്പോൾ അത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് തുണി ഉണക്കാനിടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ എങ്ങനെയാണെന്നുള്ളതാണ് ഞാൻ ഈ കാണിക്കുന്നത്. ഈ ക്ലോത്ത് ഡ്രൈയിങ് ഹാങ്ങർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് കോസ്റ്റ് വന്നിട്ടുള്ളത് ആകെ ഒരു 500 റുപ്പീസിൻ്റെ അടുത്താണ്. വളരെ ചിലവ് കുറഞ്ഞ രീതിയിലും എളുപ്പത്തിലും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു യൂണിറ്റാണിത്. നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തുണി ഉണങ്ങാൻ വേണ്ടി വിരിച്ചിട്ടതിന് ശേഷം അവ മുകളിലേക്ക് വലിച്ച് കെട്ടിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ ബാൽക്കണി നോർമൽ യൂസ് ചെയ്യുന്നത് പോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതാണ് ഈ ഒരു യൂണിറ്റിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം. സ്പേസ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പൊതുവേ നമ്മളിത് യൂസ് ചെയ്യുന്നത്. ഈ ഡ്രൈ ഹാങ്ങർ ഉണ്ടാക്കാൻ വേണ്ടി എന്തൊക്കെ വേണമെന്നും എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളതും നമുക്കൊന്ന് നോക്കാം. ഈ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും നന്ദി. അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബും ഷെയറും ലൈക്കൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്താൽ വളരെ നല്ലതായിരുന്നു. എന്നാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. മെയിനായിട്ട് വേണ്ടത് നമുക്ക് ജെ ഹുക്സ് അഥവാ ക്വസ്റ്റ്യൻ ഹുക്സ് എന്ന് പറയുന്ന ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഹുക്സുകളാണ്. ഈ ഹുക്സുകൾ എത്ര എണ്ണം വേണമെന്നുള്ളത് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം. ഒരു റോഡിന് 2 ഹുക്ക് എന്നുള്ളതാണ് കണക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര റോഡുകൾ വേണം എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഈ ഹുക്കുകളുടെ എണ്ണം നമുക്ക് തീരുമാനിക്കാൻ. നൂലാണ് പിന്നീട് നമുക്ക് ആവശ്യമുള്ളത്. പിന്നെ ഒരു ഡ്രില്ലറും ആവശ്യമാണ്. പിന്നെ ആവശ്യത്തിനുള്ള റോഡിൻ്റെ വലുപ്പത്തിനനുസരിച്ച് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഇതൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഹുക്സുകൾ വാളിൽ മാർക്ക് ചെയ്ത് നമുക്കതൊന്ന് ഡ്രിൽ ചെയ്ത് ഫിക്സ് ചെയ്യാം. ആവശ്യത്തിനുള്ള ഹൈറ്റ് മാർക്ക് ചെയ്തതിന് ശേഷം ഞാൻ ഈ വീഡിയോയിൽ ചെയ്തിരിക്കുന്നത് പോലെ ഹോൾസ് ഡ്രിൽ ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് ഈ ജെ ഹുക്സുകൾ ഫിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ജെ ഹുക്സ് ഫിക്സ് ചെയ്യുമ്പോൾ ഹൈറ്റ് കറക്റ്റ് ആയിരിക്കണം. നമ്മുടെ ആവശ്യത്തിനുള്ള കറക്റ്റ് ഹൈറ്റ് ആണ് എന്നുള്ളത് അത് കറക്റ്റ് അളവ് എടുത്തതിന് ശേഷം വ്യക്തത വരുത്തേണ്ടതാണ്. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഞാൻ എത്രത്തോളം ഹൈറ്റാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ആ ഒരു ഹൈറ്റ് മനസ്സിലാക്കിയതിന് ശേഷം ഈ ജെ ഹുക്സ് ഫിക്സ് ചെയ്യേണ്ടതാണ്. സാധാരണ ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തുണി വിരിച്ചിട്ടതിന് ശേഷം വലിച്ച് മുകളിലേക്ക് കെട്ടിയിടുമ്പോൾ നമ്മുടെ തലയ്ക്ക് മുകളിൽ തുണി വരുന്ന രീതിയിലായിരിക്കണം ഇതിൻ്റെ ഹൈറ്റ്. ആ ഒരു അളവിലായിരിക്കണം നമ്മൾ ഈ ജെ ഹുക്സുകൾ ഫിക്സ് ചെയ്യണത്. ഇപ്പം നിങ്ങൾക്ക് വീഡിയോയിൽ കറക്റ്റ് കാണാൻ പറ്റുന്നുണ്ടാകും എത്രത്തോളം ഹൈറ്റിലാണ് ഞാൻ ഈ ജെ ഹുക്സ് ഫിക്സ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. അതായത് പൊതുവെ ഡ്രൈ ചെയ്യാൻ വിരിച്ചിട്ടിരിക്കുന്ന ക്ലോത്ത്സ് നമ്മുടെ തലയിൽ തട്ടാത്ത രീതിയിൽ വേണം അതിൻ്റെ ഹൈറ്റ്. ഇനി നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഒരു ലോജിക്ക് വെച്ചിട്ടാണ് ഞാനിവിടെ ഒരു ഹുക്ക് വെച്ചിട്ടുള്ളതും അത് കെട്ടിയിടാൻ വേണ്ടിയിട്ടുള്ള ഒരു ജെ ഹുക്ക് വേറെ അടിയിൽ ഫിക്സ് ചെയ്തിരിക്കുന്നതും. അതുപോലെ നിങ്ങൾ ഫിക്സ് ചെയ്യുക. അതിന് ശേഷം കട്ട് ചെയ്തെടുത്ത റോഡുകളിലൂടെ നമുക്ക് ആ നൂലുകൾ കയറ്റി 2 സൈഡിലേക്ക് കൂടെയും കറക്റ്റ് അളവിനെടുത്തതിന് ശേഷം കെട്ടിവെക്കുക. അത് ഞാൻ ഈ വീഡിയോയിൽ കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ ആ നൂലിൻ്റെ അളവെടുത്ത് കറക്റ്റ് അളവെടുത്തിട്ട് നമ്മളത് കെട്ടിവെക്കേണ്ടതാണ്. ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ് ഞാൻ ചെയ്യുന്നതെന്ന്. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഞാൻ അതിന് ആവശ്യമായ രീതിയിലുള്ള അറിയാവുന്ന ആൻസറുകൾ ഞാൻ ചെയ്യാം. അളവെടുത്തതിന് ശേഷം കട്ട് ചെയ്ത് കെട്ടിവെച്ചിട്ടുള്ള റോഡുകൾ കറക്റ്റായ ആ പൈപ്പിൻ്റെ ഉള്ളിലൂടെ കടത്തി കെട്ടിവെക്കുന്ന ഒരു പ്രോസസ്സാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ് ചെയ്യുന്നതെങ്കിലും അത് പറഞ്ഞ് ഉണ്ടാക്കി വരുമ്പോൾ ഏതാണ്ട് ഒരു വലിയൊരു സംഭവം പോലെയാണ് എനിക്ക് തോന്നണത്. ഇപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു പ്രോസസ്സൊന്നുമല്ല ഇത്. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ്. നന്നായിട്ട് അത് വർക്ക് ചെയ്യുകയും ചെയ്യും. റോഡിനുള്ളിലൂടെ എടുത്ത നൂല് ടൈറ്റായി നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കടലാസ് ചുരുട്ടി അതിനുള്ളിൽ കയറ്റി വെക്കുകയാണ് ഞാൻ ചെയ്തത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു സംഭവമാണത്. അത് ആ നൂല് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, അതായത് മൂവ് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്തത്, ടൈറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഓരോ റോഡും അതിൻ്റെ നൂലുകളും ഓരോ ജെ ഹുക്സിന്
കറക്റ്റായിട്ടുള്ള രീതിയിൽ ഒന്ന് കൊളത്തി കറക്റ്റായിട്ട് ആ നൂലിനെ ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് കെട്ടിവെക്കുക. ശരിയായ രീതിയിൽ പറഞ്ഞാൽ അത്ര മാത്രമേ നമ്മുടെ ഈ ഡ്രൈ ക്ലോത്ത്സ് ഹാങ്കറിൻ്റെ പ്രോസസ്സ് വരുന്നുള്ളൂ. ഇത് മുകളിലേക്ക് വലിച്ച് കെട്ടിവെക്കുന്നതിന് വേണ്ടിയിട്ട് 2 സ്ഥലങ്ങളിൽ ആ നൂലിൻ്റെ ഭാഗങ്ങളിൽ ഞാൻ കെട്ടിട്ട് വെക്കുന്ന ഒരു പ്രോസസ്സാണ് ഞാൻ കാണിക്കുന്നത്. അത് നിങ്ങളൊന്ന് കണ്ടിട്ട് അതിൻ്റെ ഒരു ലോജിക് അനുസരിച്ചിട്ട് ആ കെട്ടിട്ട് വെച്ച് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് വരും. താല്പര്യമുള്ളവരെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പം ചെയ്യാവുന്നതും വളരെ കോസ്റ്റ് കുറഞ്ഞ രീതിയിലുള്ള ഒരു പ്രോസസ്സാണിത്. പിന്നെ സ്പേസ് സേവ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. ബാൽക്കണി നമുക്ക് അതുപോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റും. ഈ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടുകൾ പ്രതീക്ഷിക്കുന്നു. ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.